അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ സംശയം മയ്യത്ത് സംസ്കരണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതിലുള്ള സംശയം മറുപടിയാണ്. ജനാസ കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ ജനാസയുടെ മുന്നിലാണോ പിന്നിലാണോ നടക്കേണ്ടത് എന്നതാണ് സംശയം. അതിന് മറുപടി, ജനങ്ങൾ ജനാസയുടെ മുമ്പിൽ നടക്കലാണ് വളരെ ശ്രേഷ്ഠമെന്ന് തുഹഫ 3-ാം വാള്യം 130. മറ്റൊന്ന്, ഒരു മയ്യത്തിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടാവുകയും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് അധികൃതർ പറയുകയും നിർബന്ധമാക്കുകയും ചെയ്താൽ മറമാടിയ മയ്യത്ത് പുറത്തെടുക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന്. അതിന് മറുപടി, പ്രസിദ്ധമായ തുഹഫയിൽ ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട്. പ്രതികാര ശിക്ഷാ നടപടികളിൽ തർക്കമുണ്ടാകുമ്പോൾ മയ്യത്തിൻ്റെ അവയവങ്ങൾക്ക് തകരാറുണ്ടോ എന്ന് പരിശോധിക്കാൻ മൃതദേഹം പുറത്തെടുക്കാവുന്നതാണെന്ന് തുഹഫ 3-ാം വാള്യം 205. മരണകാരണത്തിലും മറ്റും സംശയമുണ്ടാവുകയും പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരികയും ചെയ്താൽ മയ്യത്ത് പുറത്തെടുക്കുന്നതിന് വിരോധമില്ലെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശവപ്പെട്ടിയിൽ അടക്കം ചെയ്ത് മയ്യത്ത് സംസ്കരിക്കാൻ പറ്റുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. പെട്ടിയിലാക്കി മറവ് ചെയ്യൽ ബിദ്അത്തായതിനാൽ അത് കറാഹത്താണ്. എന്നാൽ നനവുള്ളതും ഇടിഞ്ഞു വീഴുന്നതുമായ ഭൂമിയിൽ പെട്ടിയിലാക്കി മറവ് ചെയ്യൽ കറാഹത്തില്ല എന്ന് തുഹഫ 3-ാം വാള്യം 167, ജമൽ 2-ാം വാള്യം 201 മറ്റൊന്ന്, മയ്യത്ത് ഖബറിൽ വെച്ച് മേൽക്കല്ല് പാകാതെ മണ്ണിട്ട് മൂടുന്നതിന് വിരോധമുണ്ടോ എന്ന. അതിന് മറുപടി, മയ്യത്ത് ഖബറിൽ വെച്ച് ജഡത്തിന്മേൽ മണ്ണിട്ട് മൂടൽ ഹറാമാണ്. മയ്യത്തിൻ്റെ ബഹുമതി ഹനിക്കലും മറ്റും സംഭവിക്കും എന്നതിനാലാണ് ഇത് നിഷിദ്ധമാക്കപ്പെട്ടതെന്ന് സർവാണി 3-ാം വാല്യം 171 ഇനി ഒരു അജ്ഞാത ജഡം കണ്ടെത്തിയാൽ ശേഷക്രിയകളിൽ മുസ്ലിം നിലപാട് എന്തായിരിക്കണം എന്നതാണ്. അതിന് മറുപടി, മുസ്ലിം രാജ്യത്തു നിന്നാണ് അറിയപ്പെടാത്ത ഒരു ജഡമോ അവയവ ഭാഗമോ കിട്ടിയതെങ്കിൽ അത് മുസ്ലിമിൻ്റേതായി ഗണിച്ച് മയ്യത്ത് സംസ്കരിക്കണം. ആ മുസ്ലിം രാജ്യത്തു നിന്നോ മതേതര രാജ്യത്തു നിന്നോ ആണ് ലഭിച്ചതെങ്കിൽ സംസ്കരിക്കേണ്ടതില്ല, മറവ് ചെയ്യണം എന്നതാണ് അതിന് മറുപടി. മറ്റൊന്ന്, വിഷമഘട്ടത്തിൽ ഒരു ഖബറിൽ ഒന്നിൽ കൂടുതൽ മയ്യത്ത് മറവ് ചെയ്യാൻ പറ്റുമോ എന്ന്. വിഷമഘട്ടത്തിൽ അത് അനുവദനീയമാണ് എന്നാണ്. ഒരു മുസ്ലിം ശവം അയാളുടെ ബന്ധുക്കളോ മറ്റോ അമുസ്ലിങ്ങളോ മറവ് ചെയ്യുകയോ സംസ്കരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങൾ മറവ് ചെയ്യണമോ എന്നാണ്. അതിന് മറുപടി, മറവ് ചെയ്യണം എന്ന്. മയ്യത്തിന്മേൽ റീത്ത് സമർപ്പിക്കാൻ പറ്റുമോ എന്നാ. പാടുള്ളതല്ല, മുസ്ലിങ്ങളുടെ ആചാരമാണ്, നാം അതിൻ്റെ വക്താക്കളാവരുത് എന്നാണ്. ഈ മീസാൻ കല്ലിന്മേൽ പേരെഴുതുന്നതിൻ്റെ വിധി എന്ത്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണിത്. ജായിസാണെന്നൊരു വിഭാഗവും കറാഹത്താണെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നു. മറവ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറിയപ്പെടാൻ മാത്രം എഴുതൽ സുന്നത്താണെന്നും അഭിപ്രായമുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.